അർജുനന്റെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചുണ്ടായ ധർമ്മ സമൂഢാവസ്ഥയുടെ ഒരു അപഗ്രഥനത്തിലേക്ക് കടന്നു ചെന്ന് അർജുനനുണ്ടായ പ്രശ്നത്തെ നമ്മളുടെ വ്യക്തിജീവിതത്തിലെ പ്രശ്നവുമായിട്ട് നമുക്ക് ഘടിപ്പിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് ഭഗവത്ഗീത നമ്മളുടെ ജീവിതത്തിന് വിജയകരമായ ഒരു മാനം നൽകുന്നത്. ഭഗവത്ഗീതയെ വെറുമൊരു ഗ്രന്ഥം പഠിക്കുന്നത് പോലെ കാണാതെ പഠിക്കുകയല്ല നമ്മളുടെ ലക്ഷ്യമാകേണ്ടത്. ഭഗവത്ഗീതയെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമാനമാക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഗീതാതത്വങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഗീതയിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള തത്വരഹസ്യത്തെ പ്രായോഗികമാക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ അധ്യായവും കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും സങ്കീർണമായി കരുതിയിരുന്ന കർമ്മരഹസ്യങ്ങളെയൊക്കെ ഭഗവത്ഗീത വളരെ സുതാര്യമായിട്ട് ഏവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ഇത് തിരിച്ചറിയാൻ കഴിയാതിരുന്നിടത്തു നിന്നാണ് അർജുനൻ ഭഗവാന്റെ ശിഷ്യനായിട്ട് മാറുന്നത്. അപ്പോൾ കർമ്മത്തിന്റെ ഒരു വിസ്തൃതമായ മേഖല തന്നെ ഭഗവാൻ അനാവൃതമാക്കുകയാണ് ചെയ്യുന്നത്. കർമ്മമാണല്ലോ മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത്. അപ്പോ ആ കർമ്മം ബന്ധനമില്ലാത്ത വിധത്തില് ബന്ധരഹിതമായിട്ട് അനുഷ്ഠിക്കുവാനും അതിലൂടെ വ്യക്തിത്വ വികാസത്തിന് ഉതകുന്ന വിധത്തിലെ കർമ്മത്തെ ഉപയോഗിക്കുവാനും ഈ ഗീതാശാസ്ത്രം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സത്സംഗ ക്ലാസ്സിൽ നമ്മൾ 4 ശ്ലോകങ്ങളാണ് വിചാരത്തിനായിട്ട് എടുത്തത്. യദ് യദ് ആചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകഃ തത് അനുവർത്തതേ. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകള് എന്തൊക്കെയാണോ സമൂഹ മധ്യത്തില് പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയെ അനുകരിക്കുവാൻ ശ്രദ്ധാലുക്കളായിട്ട് നിൽക്കുന്ന ചുറ്റുപാടുമുണ്ട് എന്ന് മനസ്സിലാക്കണം. അവർ അദ്ദേഹത്തെ മാതൃകയായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അർജുനനെ പോലെയുള്ള ഒരു മാതൃകാ പുരുഷോത്തമൻ അദ്ദേഹത്തിന്റെ ധർമ്മത്തിനിണങ്ങാത്ത വിധത്തിലുള്ള, സ്വധർമ്മത്തിനിണങ്ങാത്ത വിധത്തിലുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുവാൻ താല്പര്യം കാണിക്കുന്നതിൻ്റെ മനഃശാസ്ത്രം ഭഗവാൻ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അർജുനനിൽ വന്നിട്ടുള്ള മമതയാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. ബന്ധുജനങ്ങളോട് തോന്നിയിട്ടുള്ള മാർദ്ദവമുള്ള ഒരു മാനസികാവസ്ഥ. ബന്ധുജനങ്ങൾ അധർമ്മം അനുഷ്ഠിച്ചാലും ചെയ്താലും അവരെ അവരുടെ വഴിക്ക് വിടാനായിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് അർജുനന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ധർമ്മത്തിൽ മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള, പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു മനുഷ്യരൂപം എടുത്തു വന്നിട്ടുള്ള ദിവ്യമായ ഒരു വ്യക്തിത്വമാണ്. ആ ഗുരുവായ ഈശ്വരൻ തന്നെയായ ഭഗവാൻ അർജുനനെ സ്വയം ധർമ്മത്തിൽ പ്രതിഷ്ഠിതനായിട്ട് ഈ ലോകത്തിനും ഒരു ധർമ്മചര്യ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് അർജുനനെ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അർജുനൻ ആ ഉപകരണമാകാൻ വിസമ്മതിക്കുന്നുണ്ട്, പലപ്പോഴും ചെറുത്തു നിൽക്കുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഗുരുവിന്റെ ശിക്ഷണം സമ്പൂർണമായിട്ട് സ്വീകരിക്കുവാനായി ആദ്യം
ആ വ്യക്തി തൻ്റെ വ്യക്തിത്വത്തെ, അഹങ്കാരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വ്യക്തിത്വത്തെ നിരസിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു തരത്തിൽ ആത്മനിരാസം പോലെ നമുക്ക് തോന്നും. വാസ്തവത്തിൽ അത് ആത്മനിരാസമല്ല, അത് അധ്യസ്ഥമായിരിക്കുന്ന നമ്മളുടെ അഹങ്കാരത്തെ നിരസിക്കുന്നതാണ്. അഹങ്കാരവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വസ്തുതകളെയും ചേർത്തുള്ളൊരു വ്യക്തിത്വം നമുക്കുണ്ട്. ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ നിരാകരിക്കുന്നത്. ആ വ്യക്തിത്വം തികച്ചും കാൽപ്പനികവും താൽക്കാലികവുമാണ്. ആ താൽക്കാലിക വ്യക്തിത്വത്തെ നിരസിക്കുന്നതിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാരമാകുന്ന അതിവിസ്തൃത ഭൂമികയിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ശരിയായിട്ടുള്ള സാരവത്തായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സാരവത്തായ വ്യക്തിത്വം ഇന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. കാരണം ആ വ്യക്തിത്വത്തിന്റെ മുകളിൽ ഒരു മൂടുപടം പോലെ അഹങ്കാരവും അഹങ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അന്ധക്കരണവും ആ അന്ധക്കരണത്തിലെ വൃത്തികളും സ്മരണകളും സംസ്കാരവും ഒക്കെ നമ്മൾ ഞാനെന്ന ഭാവത്തിനോട് ചേർത്ത് വെച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ആത്മാവിന്റെ ആന്തരിക സ്ഫുരണം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് ജനം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നവൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഗൃഹത്തിൽ ഒരു അച്ഛൻ ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നവനാണ്. അച്ഛൻ എന്നും ശ്രേഷ്ഠനാകണമെന്നില്ല. പല അച്ഛന്മാരും പിതാക്കന്മാരും ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിലും അവർ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളല്ല. അതുകൊണ്ട് അവരുടെ കുടുംബത്തില് അന്തഛിദ്രങ്ങൾ ഉണ്ടാകാനായിട്ട് ആ അച്ഛന്റെ വ്യക്തിത്വത്തിന്റെ ശോഷണത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. മക്കൾ അതുകൊണ്ട് തന്നെ വഴിപിഴച്ച മക്കളായിട്ട് തീരാനും സാധ്യതയുണ്ട്. അച്ഛന്റെ ധർമ്മലോപമായിരിക്കും അതിന്റെ കാരണമായിട്ട് വരുന്നത്. മദ്യപാനിയായ ഒരു അച്ഛന്റെ ഉദാഹരണം നമ്മൾ പറയുകയുണ്ടായി. അധ്യാപകന് അങ്ങനെ ധർമ്മലോപം ഉണ്ടായിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അത് ഉണ്ടാകും. അതുപോലെ രാഷ്ട്രീയക്കാർക്കുണ്ടായിക്കഴിഞ്ഞാൽ, മതപുരോഹിതന്മാർക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ വലിയ ദോഷം ചെയ്യും. ഒരു റോൾ മോഡൽ ആയിരിക്കേണ്ട വ്യക്തി റോൾ മോഡൽ ആകാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് ഒരർത്ഥത്തില് ഇത് താത്വികമായൊരു ഉപദേശമല്ല. ഇത് സമൂഹത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഉപദേശമാണിത്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. എനിക്ക് 3 ലോകത്തിൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്തെങ്കിലും ഇനി നേടേണ്ടതായിട്ടോ നേടാത്തതായിട്ടോ എനിക്ക് ഇല്ല. എന്നിട്ടും ഞാൻ കർമ്മത്തിൽ തന്നെ പ്രവൃത്തി നിരതനായിട്ടിരിക്കുന്നു. ഇത് ഭഗവാൻ സ്വയം തന്നെ-കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ഭഗവാൻ നിരന്തരമായിട്ട് പ്രവർത്തന നിരതമായിരിക്കുന്നു എന്നുള്ളത്. എല്ലാവരും അതുപോലെ പ്രവർത്തന നിരതരായിട്ടിരിക്കണം. യതിഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ പത്മാനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവശഃ. അതന്ത്രിത, മടിപിടിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ വർത്തിക്കുന്നതെങ്കിൽ ജനം മുഴുവനും എൻ്റെ മാർഗത്തെ അവലംബിക്കും. മടിയന്മാരായി അലസന്മാരായിട്ട് അവർ ജീവിക്കാൻ ശ്രമിക്കും. അതിലൂടെ ഉത്സീദേയു ഇമേ ലോകാഹ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാം ഇമാ പ്രജാഹ. അതിലൂടെ ലോകത്തിന് നാശമുണ്ടാകും എന്നാണ്. ലോകത്തിന് സങ്കരവും ഉണ്ടാകും. സങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയക്കുഴപ്പം ഉണ്ടാകും. കാരണം ഭഗവാൻ നിഷ്ക്രിയനായിട്ടിരിക്കുന്നു, അലസനായിട്ടിരിക്കുന്നു, മടിയനായിട്ടിരിക്കുന്നു എന്ന് ജനം കാണുകയാണെങ്കിൽ ആ ഭഗവാനെ അനുകരിക്കാൻ പ്രേരണ അവർക്ക് കിട്ടുമ്പോൾ അവർ അവരുടെ ഗുണഘടന മറക്കുകയും സ്വധർമ്മത്തെ മറക്കുകയും അവരും ശാരീരികവും മാനസികമായ ഒരു നിഷ്ക്രിയാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയല്ല, നിഷ്ക്രിയത്വം ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. 25-ാമത്തെ ശ്ലോകം. സക്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻസ്തഥാ സക്തഃ ചികീർഷുർലോക സംഗ്രഹം. സക്താഃ കർമ്മണി അവിദ്വാംസഃ
യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻസ്തഥാസക്തഃ ചികീർഷുഃ ലോകസംഗ്രഹം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹേ ഭാരത, അല്ലയോ അർജുന, ഭാരത, ഭരതവംശജ, യഥാ എപ്രകാരമാണോ കർമ്മണി സക്താഹ കർമ്മത്തില് ആസക്തരായിരിക്കുന്നവര്, അവിദ്വാംസ അവിദ്വാൻമാരായിട്ടിരിക്കുന്ന ആസക്തന്മാര്, കർമ്മത്തിൽ ആസക്തരായിട്ടിരിക്കുന്ന അവിദ്വാൻമാർ, അറിവില്ലാത്തവര്, കുർവന്തി അവരെങ്ങനെയാണോ കർമ്മം ചെയ്യുന്നത്, തഥാ അപ്രകാരം വിദ്വാൻ അസക്ത അസക്തനായിട്ട്, ആസക്തനല്ല ശക്തിയില്ലാതെ ആസക്തിരഹിതനായിട്ട്, ലോകസംഗ്രഹം ചികീർഷു കുര്യാത് ലോകസംഗ്രഹത്തെ ചെയ്യാനായിട്ട് ഇച്ഛിക്കുകയും ചെയ്യുകയും ചെയ്യണം. അതായത് എങ്ങനെയാണോ അറിവില്ലാത്തവര് കാമത്തോടുകൂടി കർമ്മത്തിൽ വ്യാപൃതമായിരിക്കുന്നത്, അജ്ഞാനികളാണല്ലോ നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് അജ്ഞാനികൾ കർമ്മം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഫലത്തില് കാംക്ഷയുള്ളത് കൊണ്ടാണ്, ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഫലത്തില് കാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹമുള്ളത് കൊണ്ട് അവർ രാവിലെ മുതൽ രാത്രി വരെ, ഒരു ബിസിനസ്സുകാരൻ രാവിലെ കണ്ണു തുറന്ന് എണീറ്റ് എത്രയും പെട്ടെന്ന് വ്യാപാരത്തിലേക്കും ബിസിനസ്സിലേക്കും പ്രവേശിക്കുകയും രാത്രി ഏറെ സമയം ബിസിനസ് നടത്തി രാത്രി വന്ന് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ കർമ്മനിരതത്വം പണം സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അജ്ഞാനികളായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം. കർമ്മത്തിന്റെ ഈ അനവരതത്വം അത് നമുക്ക് കാണണമെങ്കിൽ മഹാപട്ടണങ്ങളിലേക്കൊന്ന് പോയാൽ മതി. പണ്ട് ബോംബെയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ പീക്ക് അവർ എന്ന് പറയുന്ന 9 മണി 10 മണിക്ക് സമയത്ത് ട്രെയിനുകൾ നിറയെ ആളുകൾ തള്ളിക്കേറുകയും ഓരോ ടൗണുകളിൽ നിന്ന്, ഓരോ സ്റ്റോപ്പുകളിൽ നിന്ന് വേറെ സ്റ്റോപ്പുകളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ജോലി തേടിയിട്ട്, ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അവർ സകാമികളാണ്. അവർക്ക് ജീവിതത്തിൽ ജീവിക്കുക മാത്രമല്ല, സമ്പാദിക്കുകയും കാമനകൾ അനുഭവിക്കുകയും സമ്പത്ത് ആർജിക്കുകയും ഒക്കെ വേണം അവർക്ക്. അപ്പൊ അതിനുവേണ്ടി സകാമികളായിട്ടുള്ള ആളുകൾ എങ്ങനെ നിരന്തരം പ്രവൃത്തി വ്യാപൃതമായിരിക്കുന്നുവോ അതുപോലെ അവിദ്വാൻമാർ എങ്ങനെ കർമ്മത്തിൽ നിരന്തരമായിട്ട് മടിയില്ലാതെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ വിദ്വാൻമാര് കർമ്മങ്ങൾ ചെയ്യണം. എങ്ങനെ? അസക്തനായിട്ട് ചെയ്യണം, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യണം. അവിദ്വാൻമാര് അറ്റാച്ച്മെന്റോട് കൂടിയിട്ടാണ്, സംഘത്തോട് കൂടിയിട്ടാണ്. എന്നാൽ ഇവിടെ വിദ്വാനായിരിക്കുന്നവൻ സംഘരഹിതനായിട്ട് ചെയ്യണം. സംഘരഹിതനായിട്ട് കർമ്മം ചെയ്യുന്നവന്റെ പേര് തന്നെയാണ് വിദ്വാൻ എന്ന്. സംഘരഹിതൻ എന്ന് പറയുന്നതും വിദ്വാൻ എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ്. ആ വിദ്വാനായിരിക്കുന്നവൻ സംഘരഹിതമായിട്ട് കർമ്മം ചെയ്ത് ലോകത്തിന് മാതൃകയാകണം. അപ്പൊ വിദ്വാനായിരിക്കുന്നവൻ ചെയ്യുന്ന കർമ്മം ലോകത്തിന് മാതൃകയാകുന്ന കർമ്മങ്ങളായിരിക്കണം. അത് ധാർമ്മികമായ ഒരു വ്യവസ്ഥയെ അനുസന്ധാനം ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ധർമ്മവ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിൽ വിദ്വാനായിരിക്കുന്ന ഈ മാതൃകാ പുരുഷൻ ലോകത്തിന്റെ മുന്നിൽ അനവരതം കർമ്മത്തിൽ വ്യാപൃതമായി തന്നെ ഇരിക്കണം. അതാണ് പറയുന്നത്. അവൻ ജ്ഞാനിയായാലും ആ കർമ്മയോഗിയായാലും കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കർമ്മയോഗിയാണെങ്കിൽ ചിത്തശുദ്ധ്യർത്ഥമാണ് കർമ്മം ചെയ്യേണ്ടത്. ജ്ഞാനിയാണെങ്കിൽ ലോകസംഗ്രഹാർത്ഥമാണ് കർമ്മം ചെയ്യേണ്ടത്. ജ്ഞാനിക്ക് പ്രത്യേകം ഒന്നും നേടേണ്ടതായിട്ടില്ല. ജ്ഞാനിക്ക് എന്താണ് നേടാനുണ്ടായിരുന്നത്? മോക്ഷമായിരുന്നു. അവന്റെ സ്വരൂപത്തെ അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ സ്വരൂപത്തിന്റെ സ്ഥിതിയിൽ, ആ സ്വരൂപസ്ഥിതിയിൽ ഇരിക്കുന്നത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അത്തരം മോക്ഷത്തിലെത്തിയിട്ടുള്ള വ്യക്തി വീണ്ടും അലസനായി ചുമ്മാ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ലോകസംഗ്രഹാർത്ഥം മറ്റ് സാധാരണക്കാർ കർമ്മം ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മത്തിനൊരു ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. അജ്ഞാനി കർമ്മം ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നല്ല പറയുന്നത്.
അജ്ഞാനി കർമ്മത്തിൽ വ്യാപൃതമായിരിക്കുമ്പോൾ മടി കാണിക്കാത്തതുപോലെ വിദ്വാനായിരിക്കുന്ന ജ്ഞാനി മടി കാണിക്കാതെ മാതൃകാപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം, ലോകസംഗ്രഹാർത്ഥം ചെയ്യണം. ലോകസംഗ്രഹം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ലോകത്തെ ചേർത്ത് നിർത്തുന്ന വിധത്തിൽ, ഒന്നൊന്നിന് വിപരീതമാകുന്ന വിധത്തിലല്ല. ഇവിടെ പല ആളുകളും ഒരു മതം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റു മതത്തിന് വിരുദ്ധത ഉണ്ടാക്കുന്ന വിധത്തിലാണ് പഠിപ്പിക്കുന്നത്. അത് ലോകസംഗ്രഹമല്ല. ഇപ്പോ ഒരു മതം, അത് ക്രിസ്തു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഏത് മതവും ഞങ്ങളുടെ മതം എന്ന ഭാവത്തില് നിങ്ങളുടെ മതം നിങ്ങളുടെ മതം, ഞങ്ങളുടെ മതം ഞങ്ങളുടെ മതം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക്, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് എന്ന് ചിന്തിക്കുന്നത് തികച്ചും ലോകസംഗ്രഹത്തിന് വിപരീതമായിട്ടുള്ളതാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളെ ചേർക്കാൻ കഴിയുന്നത് തന്നെയാണ് ലോകസംഗ്രഹം. ഒരർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു സമന്വയത്തിന്റെ അടിസ്ഥാനപരമായ ദാർശനിക ജീവിതം ലോകത്തിന്റെ മുന്നിൽ മാതൃകാപരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു മതത്തിനോടും വിദ്വേഷം ഗുരു കാണിച്ചിട്ടില്ല. എല്ലാ മതതത്വങ്ങളെയും ഗുരു സ്വാംശീകരിക്കുകയും മതത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു ഗുരു. അത് ഒരർത്ഥത്തില് ഇന്ന് ഈ ലോകത്തിന് ആവശ്യമായ ഒരു ദാർശനികതയാണ്. പല മതസാരവും ഏകം എന്ന് പാരാതെ ഉലകിൽ ഒരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടേണം എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ പല മതങ്ങളുടെയും സാരം എന്ന് പറയുന്നത് തന്നെയാണ് ഈ സമന്വയത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത്. അത് മഹാത്മാക്കളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം. അതിനെയാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ആ അർത്ഥത്തില് അർജുനനോട് പറയുന്നു, ലോകത്തെ ഭിന്നിപ്പിക്കാനല്ല, ലോകത്തെ ഒന്നിപ്പിക്കാനാണ് നമ്മൾ കർമ്മത്തിൽ വ്യാപൃതമായിരിക്കേണ്ടത്. ഒരു ഭിക്ഷാന്തേഹിയായി കമണ്ഡലവും യോഗദണ്ഡവും ഒക്കെ എടുത്തുകൊണ്ട് വനത്തിലേക്ക് യാത്ര ചെയ്യാനാണ് അർജുനൻ ഭാവിക്കുന്നതെങ്കിൽ ആ ധർമ്മം അർജുനന് നിർവഹിക്കാൻ പറ്റില്ല. ഒന്ന്, അർജുനന്റെ ഗുണഘടന ഒരു ഭിക്ഷാന്തേഹിയുടേതല്ല, സാത്വിക വൃത്തിയല്ല അർജുനന്റേത്. സാത്വിക വൃത്തി ആണെന്ന്, സാത്വിക വൃത്തി മുൻഗമിക്കുകയാണെങ്കിൽ മാത്രമാണ് അർജുനന് ഭിക്ഷാന്തേഹി ആകാൻ പറ്റുള്ളൂ. സാത്വികമായ ഗുണമല്ല അർജുനന്റേത്, രാജസ ഗുണമാണ് മുൻഗമിക്കുന്നത്. അതിന്റെ തൊട്ടു പിന്നിൽ മാത്രമാണ് സാത്വിക ഗുണം വരുന്നുള്ളൂ. സാത്വിക ഭാവം രാജസത്തിനെ പിൻഗമിക്കുന്നതാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ അർജുനന് ഭിക്ഷാന്തേഹിത്വം എന്ന് പറയുന്നത് വെറും ഒരു കാൽപ്പനികമായ ഒരു റൊമാൻറ്റിക് മൂഡ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അത് കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുകയില്ല. കൂടുതൽ ദിവസത്തിലേക്ക് ആ ഭാവം നിലനിൽക്കുകയുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ ഈ ശ്ലോകത്തിന്റെ അർത്ഥം 25-ാമത്തത്, സക്താകർമ്മണി അവിദ്വാംസ. അവിദ്വാൻമാര് എങ്ങനെയാണ് കർമ്മത്തില് സക്തരായിരിക്കുന്നത്? സക്തൻ എന്ന് പറഞ്ഞ സംഘത്തോടു കൂടിയിരിക്കുക, അറ്റാച്ച്ഡ് ആയിരിക്കുക, ആസക്തിയോട് കൂടിയിരിക്കുക, അതാണ് സക്ത എന്ന് പറയുന്നത്. എന്നിട്ട് അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിദ്വാൻ തഥാ അസക്ത, സക്തിയുടെ വിപരീതമാണ് അസക്ത. സക്ത അസക്ത, ആസക്തിയില്ലാതെ, അൺഅറ്റാച്ച്ഡ് ആയിട്ട്, അറ്റാച്ച്മെന്റ് ഇല്ലാതെ, കുര്യാതെ ചെയ്യണം. ചെയ്യുക മാത്രമല്ല, ചെയ്യാൻ ആഗ്രഹിക്കുകയും വേണം. ലോകസംഗ്രഹം ചെയ്യണം അവര്. അതുകൊണ്ട് അർജുനൻ ഇനി ജ്ഞാനിയാണെന്ന് സ്വയം ഭാവിക്കുന്നുണ്ടെങ്കിലും അജ്ഞാനിയാണെങ്കിലും കർമ്മത്തിൽ വ്യാപൃതമായിരിക്കണം. ഇനി കർമ്മയോഗിയാണെങ്കിലും കർമ്മത്തിൽ വ്യാപൃതമായിരിക്കണം. ഇപ്പോ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ ഉത്തരവാദികളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ജ്ഞാനദശയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം, നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യണം. അജ്ഞാനിയാണെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം. അജ്ഞാനിയാണെങ്കിൽ കാമനയോട് കൂടിയിട്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണ്ടേ? പല ആളുകളും അങ്ങനെ അവരുടെ ജീവിതത്തിലെ താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ്. അത് വേണമെങ്കിൽ സമ്പത്തിനാകാം, പ്രശസ്തിക്കാകാം, അംഗീകാരത്തിനാകാം,
പലതരത്തിലും കർമ്മങ്ങൾക്ക് പ്രേരണകൾ വരുന്നുണ്ട്. ഇനി 26-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് പരിശോധിച്ചു നോക്കാം. അജ്ഞാനാം കർമ്മസംഗീനാം, അജ്ഞാനികളായിട്ടുള്ള കർമ്മസംഗികൾക്ക്, കർമ്മത്തിൽ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകൾ. കർമ്മസംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലത്തിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളവരാണ് കർമ്മസംഗികൾ. സംഘിയല്ല, സംഗി. സംഘമുള്ളവൻ സംഗി എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. കർമ്മസംഗി, സംഗി. ഗഗനം എന്ന ആ ശബ്ദമാണ് സംഗി എന്ന് പറയുന്നത്. ബുദ്ധിഭേദം, ബുദ്ധിഭേദത്തെ ന ജനയേത്, ബുദ്ധിഭേദത്തെ ജനിപ്പിക്കരുത്. കർമ്മസംഗികളായിരിക്കുന്ന അജ്ഞാനികൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. വിദ്വാൻ, അജ്ഞാനികൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ബുദ്ധിഭേദം എന്തെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. വിദ്വാൻ യുക്തഃ, യുക്തനായിട്ടുള്ള യോഗിയായിട്ടുള്ള വിദ്വാൻ സർവകർമാണി സമാചരൻ, എല്ലാ കർമ്മങ്ങളും നല്ലപോലെ ആചരിച്ചിട്ട് ജോഷയേത്, മറ്റുള്ളവരെയും ആചരിപ്പിക്കൂ എന്നാണ്. ജോഷയേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചരിപ്പിക്കൂ മറ്റുള്ളവരെയും. അതായത് എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മ്യമായ, ചെയ്യേണ്ടതെന്ന വാക്കിന് ധർമ്മ്യമായ എല്ലാ കർമ്മങ്ങളും സ്വയം അനുഷ്ഠിക്കുകയും ജോഷയേത്, മറ്റുള്ളവരെ അനുഷ്ഠിക്കാനായിട്ട് പ്രചോദിപ്പിക്കുകയും ചെയ്യണം. കർമ്മത്തിൽ മടിപിടിച്ചിരിക്കാൻ പാടില്ല. കർമ്മം നമുക്ക് ചെയ്യേണ്ടതാണ്, പക്ഷെ അതെങ്ങനെ ചെയ്യണം, അതിനൊരു സയൻസ് ഉണ്ട്, അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡ് ഉണ്ട്. ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കണം. കർമ്മം ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടല്ലോ, ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഒരു ആറ്റത്തിൽ പോലും ആ കർമ്മമുണ്ട്. ഒരു ഇലക്ട്രോണുകൾ പാറി നടക്കുന്നത് പോലും ആ കർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ന്യൂക്ലിയസിന്, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പാറി നടക്കുന്നത്, നിരന്തരം പാറി നടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമായിരിക്കുന്ന ഗുണങ്ങളുടെ പ്രകൃതത്തിനനുസരിച്ചിട്ടാണ്. ഇലക്ട്രോണുകൾ എന്തുകൊണ്ട് പാറുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഗുണഘടനയുണ്ട്. ആ ഗുണഘടന വിസിബിൾ അല്ല നമുക്ക്. അത് നമുക്കതിന്റെ കർമ്മത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഗുണഘടന നമുക്ക് വിസിബിൾ അല്ല, പക്ഷെ കർമ്മം വിസിബിൾ ആണ്. നമ്മുടെ ഒരാളുടെ ഗുണഘടന മനസ്സിലാക്കാൻ അയാളെ കർമ്മത്തെ നിരീക്ഷിച്ചാൽ മതി. കുറച്ചു നേരം ഒരു വ്യക്തിയുടെ കർമ്മത്തെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അയാളുടെ ഗുണഘടന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചില രോഗങ്ങളെ സിംറ്റോമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ, സിംറ്റംസ് കണ്ടാൽ അറിയാം ഇന്നതാണ് രോഗമെന്ന്. അതുപോലെ ഒരു വ്യക്തിയുടെ ഗുണങ്ങളുടെ അനുപാതത്തെ നിശ്ചയിക്കാനായി അയാളുടെ കർമ്മത്തിന്റെ സ്വഭാവത്തെ നമുക്ക് പരിശോധിച്ചാൽ മതി. കർമ്മത്തെ ഒന്ന് അപഗ്രഥിക്കണം, അനലൈസ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഏത് ഗുണഘടനയാണ് ഈ വ്യക്തിക്കെന്ന് നമുക്ക് നിർണയിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും കർമ്മം ചെയ്യിക്കണം. ആര്? വിദ്വാൻ. വിദ്വാൻ സ്വയം അനുഷ്ഠിക്കുകയും വേണം. എന്നാൽ ഒരു വ്യക്തിയിലും ബുദ്ധിഭേദത്തെ ഉണ്ടാക്കാൻ പാടില്ല. ബുദ്ധിഭേദം എന്ന് പറയുന്നത് ഭേദബുദ്ധി എന്നാണ് അർത്ഥം. ഭേദബുദ്ധി ഉണ്ടാക്കാൻ പാടില്ല, ഭേദചിന്തകൾ വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ചില വ്യക്തികളെ നമ്മൾ തെറ്റായിട്ടുള്ള, നമ്മൾക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ചില ആളുകൾ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കുന്നു, അവർക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങളാണ് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. പല കേൾക്കുന്ന വ്യക്തിക്ക് പറയുന്ന വ്യക്തികളെക്കാളും
ആന്തരികമായ അധ്യാത്മബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് വികാസം ഉണ്ടാവുകയും വളർച്ച ഉണ്ടാവുകയും, എന്നാൽ അവർ ഒരു കൺഫ്യൂഷനിലേക്ക് വരികയും ചെയ്യും. എന്താണ് അനുഭൂതി എന്നവർക്ക് അറിഞ്ഞുകൂടാ. അനുഭൂതിയുടെ സാരല്യവും മാധുര്യവും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തനിക്ക് അധ്യാത്മവിദ്യ പറഞ്ഞു തന്ന ആചാര്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇവരെ ഒരു കൺഫ്യൂഷനിലേക്ക് തള്ളിവിടും. അങ്ങനെ ഒരു തള്ളിവിടൽ ഒരിക്കലും പാടില്ല. നമുക്ക് അനുഭൂതിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. നമുക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ ആരെയും പഠിപ്പിക്കരുത്. നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള വ്യാപാരം മാത്രമല്ല അധ്യാത്മ പഠനം. വേറൊരു വ്യക്തിയുടെ ആന്തരികമായ തലങ്ങളെ നമ്മൾ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ സ്വജീവിതത്തിൽ സകാമനായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത ജീവിച്ച ഒരാളായിരിക്കാം. പക്ഷെ അയാൾ ആധ്യാത്മികത പഠിപ്പിച്ച് അയാളുടെ സ്വാഭാവികമായ ജീവിതഗതിക്ക് തന്നെ ഭംഗമുണ്ടാക്കും. അതാണ് ബുദ്ധിഭേദം എന്ന് പറയുന്നത്. അതായത് അയാൾ ജീവിച്ചിരിക്കുന്ന തട്ടകത്തിൽ നിന്ന് അയാളെ അടർത്തിയെടുക്കുകയും എന്ന ലക്ഷ്യത്തിലേക്ക് അയാളെ എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. അയാളുടെ സ്വാഭാവികത അയാൾക്ക് നഷ്ടമായി പോകുന്നു. കാരണം ലക്ഷ്യത്തെക്കുറിച്ച് നമുക്കും ബോധമില്ലെങ്കിൽ, നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ വേറൊരാളെ പഠിപ്പിക്കരുത്. നമ്മൾ അനുഷ്ഠിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അപ്പൊ ബുദ്ധിഭേദം ജനയേത്. പകരം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നമ്മളുടെ ജീവിതം തന്നെയാണ് ധർമ്മത്തിന്റെ അധ്യാപനമായിട്ട് മാറേണ്ടത്. ആ തരത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പൊ ബുദ്ധിഭേദം ഉണ്ടാവില്ല ആർക്കും. ബുദ്ധിഭേദം ജനയേത്. ഒരു തേരട്ടയുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു തേരട്ട നടന്നു നീങ്ങുന്ന സമയത്ത് അകലെ ഇരുന്നു കൊണ്ട് ഒരു മുയല് അത് കാണുന്നുണ്ടായിരുന്നു. ആ മുയല് ആ തേരട്ടയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഒന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചു. തേരട്ട നിന്നു. മുയൽ പറയാണ് തേരട്ടയോട്, ഞാൻ കുറെ നേരമായി താങ്കളുടെ ഈ സവാരി വീക്ഷിക്കുകയായിരുന്നു. എത്രയോ കാലുകളാണ് അങ്ങ് ഒരേ സമയം മാനേജ് ചെയ്യുന്നത്. എങ്ങനെയാണ് അങ്ങക്ക് ഇതെല്ലാം കഴിയുന്നത് എന്ന് തേരട്ടയോട് ചോദിച്ചു. അപ്പൊ ആ തേരട്ട പറഞ്ഞു, അത് വളരെ എളുപ്പമല്ലേ, അത് വളരെ അനായാസം ചെയ്യാവുന്നതല്ലേ, ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും വറീഡല്ല, കൺസേൺഡ് അല്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്നും ഈ എല്ലാ കാലുകളും 100 കണക്കിന് കാലുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ മുയല് പറഞ്ഞു, എനിക്ക് ഒരു സംശയമുണ്ട്. അങ്ങയുടെ ഓരോ കാലുകളും ചലിക്കുന്നത് എനിക്ക് സാവധാനം കാണണം. നിങ്ങൾ വേഗത്തിലാണ് ചലിക്കുന്നത്, അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ കാലും എടുത്തു വെച്ച് നടക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ തേരട്ട അത് അനായാസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നടക്കാൻ ശ്രമിച്ചു. പക്ഷെ തേരട്ടയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ആദ്യമായിട്ടാണ് തേരട്ട തന്റെ കാലുകളുടെ ചലനത്തെക്കുറിച്ച് ബോധവാനായത്. ആ നിമിഷത്തിൽ തന്നെ ആ സ്വാഭാവിക ഗതിക്ക് ഒരു വിഘ്നം ഉണ്ടായേനെ. അത് ബോധവാനായപ്പോ നടക്കാൻ പറ്റാതായി. ആ തേരട്ട നടക്കാൻ പറ്റാതെ അവിടെ കെട്ടിമറിഞ്ഞ് വീഴുന്നു. ഇത് ഒരർത്ഥത്തില് ആ തേരട്ടയ്ക്ക് മുയൽ ചെയ്ത ഒരു അപരാധമാണ്. ആ തേരട്ട സ്വാഭാവികമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു. അതിനൊരു ബുദ്ധിഭേദം ഉണ്ടാക്കി. അങ്ങനെ ബുദ്ധിഭേദം ഉണ്ടാക്കരുത് മനുഷ്യരുടെ ഉള്ളില്. ഇപ്പോ സകാമികളായിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഏറെക്കുറെയൊക്കെ സമാധാനത്തോടു കൂടിയാണ് പോകുന്നത്. എന്നാൽ ആ സകാമ മനോഭാവത്തിൽ നിന്നും അവരെ അടർത്തിയെടുത്തിട്ട് അവരെ സകാമനും ആകുന്നില്ല, നിഷ്കാമനും ആകാത്ത വിധത്തില് ജീവിതത്തിന്റെ ഒരു അന്തരാളം സൃഷ്ടിച്ച് അവരെ കൺഫ്യൂഷനിന്റെ ഒരു വലയിലേക്ക് ഇടരുത് ഒരിക്കലും എന്ന് ആണ് ഇവിടെ ബുദ്ധിഭേദം ജനയേത് എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അജ്ഞാനാം കർമ്മസംഗീന, അജ്ഞാനികളായിട്ടുള്ള കർമ്മസംഗികളായിട്ടുള്ള വ്യക്തികൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. പല ആളുകളും അതാണ് ചെയ്യുന്നത്. അവരവരുടെ വഴിക്ക് നീങ്ങട്ടെ. ഒരാൾക്ക് ആന്തരികമായ പരിവർത്തനമുണ്ടായി, സത്യജിജ്ഞാസയുണ്ടായി,
അധ്യാത്മ ശ്രവണം ചെയ്യുവാൻ പര്യാപ്തമാകുമ്പോൾ മാത്രമാണ് അവർക്ക് ഉന്നതമായ മോക്ഷത്തെക്കുറിച്ചും ആധ്യാത്മിക ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് ദീർഘകാല യാത്രയാണ്. എവിടെയെങ്കിലും വെച്ച് ഈ മനുഷ്യരുടെ തത്വജിജ്ഞാസി ഉണർത്തിയ ശേഷം ഉപേക്ഷിക്കാൻ പാടില്ല. അവരെ ലക്ഷ്യത്തിലേക്ക് നടക്കാനായിട്ട് പ്രേരിപ്പിക്കണം. ബുദ്ധിഭേദത്തിൽ നിന്നും ഏകബുദ്ധിയിലേക്ക്, വ്യവസായാത്മിക ബുദ്ധിയിലേക്ക് അവർ നയിക്കേണ്ടതുണ്ട്. ആ വ്യവസായാത്മിക ബുദ്ധിയാണ് ഗീത മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അവ്യവസായമായിട്ടുള്ള ബുദ്ധിയിലേക്ക് നയിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 27. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ. പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹം ഇതി മന്യത്തെ എന്ന് പദച്ഛേദം ചെയ്യാൻ നമുക്ക്. പ്രകൃതേഃ, പ്രകൃതിയുടെ, ഗുണൈഹി, ഗുണങ്ങളാല്, സർവശഃ കർമാണി, എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും, ക്രിയമാണാനി, ചെയ്യപ്പെടുന്നു. പ്രകൃതിയുടെ ഗുണങ്ങളാണ് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഹേതുവായിട്ട് തീരുന്നത്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കർമ്മങ്ങൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് ഈ ഗുണങ്ങളാണ്. ഈ ഗുണം പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ഉണ്ടാകുന്നത്. ഗുണത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. ഗുണം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങൾ പ്രകൃതി ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളെയും ചേർത്തിട്ട് പ്രകൃതി എന്ന് പറയാം. ഈ 3 ഗുണങ്ങളും ഒരു വ്യക്തിയില് പല അനുപാതത്തില്, പല ചേരുവയില്, പല ചേർച്ചയില് ആണ് ഓരോരുത്തരിലും വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണങ്ങളുടെ അനുപാതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് വ്യക്തിത്വ ഭേദങ്ങളുണ്ട് പലർക്കും. ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ കരചലനങ്ങൾ പോലെയാകണം എന്നില്ല നിങ്ങളുടെ കരചലനങ്ങൾ. അപ്പൊ അതൊക്കെ എന്തിന്റെ വ്യത്യാസമാണ്? ഗുണഘടനയുടെ വ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഗുണഘടനകൾ ഉണ്ടാകാം? എണ്ണമറ്റ ഗുണഘടനകളുണ്ട്. 3 ഗുണങ്ങൾ കൊണ്ട് എണ്ണമറ്റ ഗുണഘടനകൾ ഉണ്ടാകാം. ആ എണ്ണമറ്റ ഗുണഘടനകൾ ഉണ്ടാകും. അത് അതിന്റെ അനുപാതങ്ങളിലുള്ള വ്യത്യാസങ്ങൾ അനന്തമാണ്. സത്വത്തിൽ നിന്ന് രജസ്സിലേക്കും രജസ്സിൽ നിന്ന് തമസ്സിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പല അനുപാതത്തിലുള്ള ദൂരങ്ങളാണ്. വെളുപ്പിൽ നിന്ന് കറുപ്പിലേക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളുത്ത ഷെയ്ഡ് കട്ടികൂടി കറുപ്പായിട്ട് വരും. കറുപ്പ് നേർത്ത് വെളുപ്പായിട്ട് വരും. അതിനിടയിൽ എത്ര അനുപാതത്തില് കറുപ്പിന്റെയും വെളുപ്പിന്റെയും ഷെയ്ഡുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്. അനന്തമായ അനുപാതങ്ങളുടെ വ്യത്യസ്തതകൾ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ ഇരിക്കുന്ന പോലെ സത്വത്തിനും രജസ്സിനും ഇടയിൽ അനന്തമായ അനുപാതങ്ങൾ കിടക്കുന്നുണ്ട്. രജസ്സിനും തമസ്സിനും ഇടയിൽ അനന്തമായ അനുപാതങ്ങൾ കിടക്കുന്നുണ്ട്. എണ്ണമറ്റതാണ്. അതുകൊണ്ട് ഈ ലോകത്ത് എണ്ണമറ്റ വ്യക്തിത്വ മാതൃകകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതിയുടെ ഗുണങ്ങളാണ് ഈ വ്യക്തിത്വ വൈചിത്ര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ. പ്രകൃതിയുടെ ഈ ഗുണങ്ങളാലാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നത്. എന്നാലോ അഹങ്കാര വിമൂഢാത്മ, അഹങ്കാരത്തിൽ വിമൂഢനായവൻ അജ്ഞാനം ബാധിച്ചവൻ എന്നാണ് അർത്ഥം. വിമൂഢനായവൻ. അഹം, ഞാൻ, കർത്താവ്, ഞാൻ ചെയ്യുന്നവൻ, ഇതി മന്യതേ എന്ന് വിചാരിക്കുന്നു, എന്ന് ചിന്തിക്കുന്നു. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും കുഴപ്പം. മനുഷ്യരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താഹം ഇതി മന്യതേ, ഞാനാണ് ചെയ്യുന്നവൻ, ഐ ആം ദ ഡൂവർ, ഞാനാണ് ചെയ്യുന്നവൻ എന്ന ഭാവത്തിലേക്ക് ആര് വരുന്നു?
അഹങ്കാര വിമൂഢാത്മാവ്, അഹങ്കാരത്താൽ മൂഢനായി തീർന്നിട്ടുള്ളവൻ. അപ്പൊ അഹങ്കാരം ആർക്കുണ്ടോ അവൻ ആദ്യം ചിന്തിക്കുന്നതും അതിന്റെ കർമ്മങ്ങളുടെ പിന്നിലൊക്കെ ഈ കർത്തൃപ്രേരണ ഇരിക്കുകയാണ്. എന്ത് ചെയ്താലും അവന് അംഗീകാരം വേണം, എന്ത് ചെയ്താലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം, മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾ വേണം, മോട്ടിവേഷനുകൾ വേണം. അവൻ ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനിലെ കർത്തൃത്വം, അവന്റെ അഹങ്കാരവും ഒന്നിച്ചിരിക്കുകയാണ്. അഹങ്കാരം തന്നെ കർത്തൃത്വമായിട്ടും കർത്തൃത്വം തന്നെ അഹങ്കാരമായിട്ടും മാറിയിരിക്കുന്നു. എന്ത് ചെയ്താലും അതുകൊണ്ട് അവന് ഫലത്തിലുള്ള താല്പര്യമുണ്ട്, ഫലകാംക്ഷയുണ്ട്. അത് കർത്തൃത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കർത്തൃത്വം ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കർമ്മത്തിന്റെ ഫലം അന്വേഷിച്ചുകൊണ്ട് നടക്കും. എത്രയും പെട്ടെന്ന് ആ കർമ്മഫലം തന്നിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ കർത്താവ്. കർത്താവ് എന്ന വാക്കിന് അർത്ഥം ചെയ്യുന്നവൻ എന്ന് മാത്രമാണ്. കർമ്മം ചെയ്യുന്നവനാരോ അവനാണ് കർത്താവ്. അപ്പോ സ്വയം അവൻ കരുതുന്നു, മന്യത്തെ, അവൻ വിചാരിക്കുന്നു, അഹം കർത്ത, ഞാൻ ചെയ്യുന്നവനാണ് എന്ന്. അത് അഹങ്കാരമാണത്, ഞാൻ ചെയ്യുന്നവൻ എന്ന് വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ആരെ ചെയ്യുന്നത്? പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ. ഗുണങ്ങളാണ്, പ്രകൃതി ഗുണങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രകൃതി ഗുണങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഞാൻ ചെയ്യുന്നു എന്ന് ശഠിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. ഒരു മാനവരാശിയെ മുഴുവൻ അത് ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ, മനുഷ്യർക്ക് എല്ലാവർക്കും ഒരേപോലെ അജ്ഞാനം ബാധിച്ചിരിക്കുമ്പോൾ, എല്ലാവരും അഹങ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളാണ് നൽകുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഈ അഹങ്കാരത്തിനെ വിജൃംഭിപ്പിക്കുന്ന, വികസിപ്പിക്കുന്നതാണ്. അത് അഹങ്കാരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അഹങ്കാര നിരാസമാണ് യഥാർത്ഥ വ്യക്തിത്വ വികസനം. അപ്പോൾ ഏത് വ്യക്തിത്വം അവശേഷിക്കും? ആത്മവ്യക്തിത്വമാണ് ഒരാളിൽ അവശേഷിക്കേണ്ടത്, അഹങ്കാര വ്യക്തിത്വമല്ല. എന്നാൽ എല്ലാ മോട്ടിവേഷനുകളിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുകളിലും അഹങ്കാരത്തിന്റെ വികസനത്തെ ലോകത്തിന്റെ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ അഹങ്കാരത്തിന് പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും. പക്ഷേ അത് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഹേതുവായിട്ട് ഭവിക്കുകയും ചെയ്യും. നമ്മളുടെ അഹങ്കാരം വികസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും സങ്കീർണമായി കൊണ്ടിരിക്കും. നമ്മളുടെ കർത്തൃത്വം വികസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും സങ്കീർണമായി കൊണ്ടിരിക്കും. നമ്മളുടെ കാമനകളുടെ സ്വഭാവങ്ങളും സങ്കീർണമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് എവിടെയാണോ സമാധാനം, ശാന്തി, സുഖം, ആനന്ദം നിലനിൽക്കുന്നത് അവിടെ ഈ കർത്തൃത്വ നിരാസം ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ ആത്മാവിന്റെ സ്വച്ഛമായിട്ടുള്ള ശീതളിമയില് നമ്മൾക്ക് നമ്മുടെ വ്യക്തിത്വത്തെ ദർശിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അതാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. പ്രകൃതേഹേ ക്രിയമാണാനി, പ്രകൃതിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ കർമ്മം ചെയ്യുന്നുവെന്ന് ഞാൻ അജ്ഞാനം കൊണ്ട് വിചാരിക്കുന്നതാണ്. ആ വിചാരത്തിൽ നിന്നുള്ള മോചനമാണ് ഒരർത്ഥത്തിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഈശ്വരഭക്തിയും ഉണ്ടാകണം. കാരണം കർമ്മം ചെയ്യുന്നത് ഈശ്വരനാണ്, ഞാനല്ല. ഈശ്വരൻ ചെയ്യുന്ന കർമ്മത്തിന് ഞാൻ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് അജ്ഞാനത്തിന്റെ സ്വഭാവം. ഇനി നമുക്ക് 28ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹേ മഹാബാഹു, അല്ലയോ മഹാബാഹു. മഹാബാഹു എന്ന് വിളിക്കുന്നത് അർജുനനെയാണ്. നീണ്ട കൈയുള്ളവനാണ് മഹാബാഹു. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ, സ്ത്രീയുടെയും കൈകൾക്ക് നല്ല നീളമുണ്ടാകുന്നത് അയാളുടെ നൈപുണ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്.
ഇവിടെ അർജുനനെ പോലെയുള്ള ഒരു യോദ്ധാവിന് നല്ല നീണ്ട കൈയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനിപുണനായിട്ടുള്ള ഒരു അസ്ത്രവിദ്യാ പാരംഗതനാണ് അദ്ദേഹം. അതുകൊണ്ട് മഹാബാഹുവോ ഗുണകർമ്മ വിഭാഗയോഹോ, ഗുണകർമ്മ വിഭാഗങ്ങളുടെ തത്വവിധത്വ, തത്വത്തെ അറിയുന്നവനാകട്ടെ. തത്വവിധ എന്ന് പറഞ്ഞ തത്വത്തെ അറിയുന്നവനാകട്ടെ. ഗുണം കർമ്മം ഈ വിഭാഗം, ഗുണവിഭാഗവും കർമ്മവിഭാഗവും എന്ന് മനസ്സിലാക്കണം. ഗുണവിഭാഗം എന്താണ്? സത്വം, രജസ്, തമസ്, ഇതാണ് ഗുണം. ഈ ഗുണങ്ങളുടെ അനുപാതത്തിൽ ഓരോരുത്തരുടെയും കർമ്മവിഭാഗമുണ്ട്. ഇത് അറിയുന്നവനാകട്ടെ. ഗുണാഹ ഗുണേഷു വർത്തന്തേ, ഗുണങ്ങളിൽ വർത്തിക്കുന്നു. ഇതി ഇപ്രകാരം മത്വ അറിഞ്ഞിട്ട് ന സജ്ജതെ, സക്തനാകുന്നില്ല, അറ്റാച്ച്ഡ് ആകുന്നില്ല കർമ്മത്തിൽ അറ്റാച്ച്ഡ് ആകാതിരിക്കാനുള്ള കാരണം എന്താ? ഗുണങ്ങളിൽ വർത്തിക്കുന്നു. ഇവിടെ ഗുണം എന്നത് രണ്ട് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഗുണം കരണാത്മക എന്ന അർത്ഥത്തിലാണ് ആചാര്യസ്വാമികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത് ശരീരം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം, ഈ കരണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ എന്ന വ്യക്തിത്വം, അതാണ് കരണാത്മകം. കരണങ്ങളുടെ ആത്മാവായിരിക്കുന്ന ഞാൻ, അതാണ് ആദ്യത്തെ ഗുണം. അങ്ങനെ കരണങ്ങളുടെ ആത്മാവായിരിക്കുന്ന കർത്തൃത്വബോധത്തോടു കൂടിയിട്ടുള്ള ഞാൻ ഗുണങ്ങളിൽ, വിഷയാത്മകേഷു, വിഷയങ്ങളായിരിക്കുന്ന ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു. വിഷയങ്ങളായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇത് പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളാണ്. ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ്, സ്പർശം വായുവിൻ്റെത്, രൂപം എന്നത് അഗ്നിയുടെ ഗുണമാണ്, രസം ജലത്തിൻ്റെത്, ഗന്ധം പൃഥ്വിയുടേത്. അങ്ങനെ പഞ്ചഭൂതങ്ങളില് ഈ കർത്തൃത്വമാകുന്ന ഞാൻ, കർത്തൃത്വമാകുന്ന ഗുണഘടന പഞ്ചഭൂതങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതായത് ഓരോ വ്യക്തിയും പ്രപഞ്ചവുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിലുടനീളം നടക്കുന്നുണ്ട്. ഓരോ ജീവിയും അതിൻ്റെ ചുറ്റുപാടുകളുമായിട്ട് നിരന്തരമായി കൊണ്ടും കൊടുത്തും ജീവിക്കുകയാണ് ചെയ്യുന്നത്. നിരന്തരമായുള്ള ഈ കൊള്ളക്കൊടുക്കകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം പുരോഗമിക്കുമ്പോൾ മനുഷ്യനായ ഞാൻ അത് പറയുകയാണ്, ഞാൻ ചെയ്യുന്നവൻ എന്ന. ഗുണങ്ങളിൽ വർത്തിക്കുന്നു. കരണാത്മാവായിട്ടുള്ള ഗുണങ്ങൾ വിഷയാത്മാവായിട്ടുള്ള വിഷയാത്മകങ്ങളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണാതെ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടിയിട്ട് അവൻ വർത്തിക്കുന്നു. ഈ ഗുണങ്ങളിൽ വർത്തിക്കുന്നു എന്നറിയാതെ പകരം അഹങ്കാരിയായ അവൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് അവൻ മൂഢനായിട്ട് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗുണേഷു വർത്തന്ത ഇതി മത്വ ന സജ്ജതേ. ഇങ്ങനെ പ്രകൃതിയിലെ ഗുണങ്ങൾ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അസംഗനായിട്ടിരിക്കുക, സാക്ഷിഭാവത്തിൽ വർത്തിക്കുക. ആത്മാവ് സ്വയം കർമ്മങ്ങൾ ചെയ്യുന്നില്ല. ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മാവിന് കർത്തൃത്വബോധമില്ല. എന്നാൽ എല്ലാ കർമ്മങ്ങളും ആത്മാവിലാണ് നടക്കുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ, പ്രപഞ്ച ചൈതന്യം തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. നാരായണ ഗുരുദേവന്റെ കർമ്മദർശനം എന്ന ദർശനമാലയിലെ ഒരു അധ്യായം 9-ാമത്തെ ശ്ലോകം പറയുന്നത്, സ്വയം ക്രിയന്തേ കർമാണി കരണൈരിന്ദ്രിയൈരപി അഹം തു അസംഗകൂടസ്ഥ
ഇതി ജാനാതി കോവിദഃ സ്വയം ക്രിയന്തേ കർമാണി. കർമ്മങ്ങൾ സ്വയമേവ ചെയ്യപ്പെടുന്നു. എങ്ങനെ? കരണൈരിന്ദ്രിയൈരപി, കരണങ്ങളാലും ഇന്ദ്രിയങ്ങളാലും കർമ്മങ്ങൾ സ്വയം ചെയ്യപ്പെടുന്നു. ഇവിടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ സ്വയം ചെയ്യപ്പെടുന്നതാണ്. സ്വയം എന്നതുകൊണ്ട് ഭഗവത്ഗീത പറയുന്നത് പ്രകൃതേഹേ ക്രിയമാണാനെ, പ്രകൃതിക്കനുസരിച്ച് ചെയ്യുന്നതാണ്. ഓരോ കർമ്മവും അതിന്റെ ഗുണഘടന ആകുന്ന പ്രകൃതിക്ക് അനുസരിച്ച് ചെയ്യപ്പെടുന്നു. ഈ പ്രകൃതിക്കനുസരിച്ച് എന്നതിനെയാണ് ഗുരുവിടെ സ്വയം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. സ്വയം ക്രിയന്തേ കർമാണി കരണൈരിന്ദ്രിയൈരപി, കരണങ്ങളാലും ഇന്ദ്രിയങ്ങളാലും കർമ്മങ്ങൾ സ്വയം ചെയ്യപ്പെടുന്നു. അഹം തു അസംഗഃ കൂടസ്ഥഃ, എന്നാൽ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി കരുതുന്നത് എങ്ങനെയാണ്? ഞാൻ അഹം തു, ഞാനാകട്ടെ അസംഗനാണ്, കൂടസ്ഥനാണ്, നിഷ്ക്രിയനാണ്. കൂടസ്ഥൻ, കൂടസ്ഥൻ എന്ന് വെച്ചാൽ ഉറച്ച ബോധത്തോടു കൂടിയവനാണ്. ഇതി ജാനാതി എന്ന് മനസ്സിലാക്കുന്നു കോവിദൻ. കോവിദൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി മനസ്സിലാക്കുന്നത് ഐ ആം അൺഅറ്റാച്ച്ഡ്, ഞാൻ അൺഅറ്റാച്ച്ഡ് ആണ്, കൂടസ്ഥനാണ്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സെൽഫ് എന്നാണ് അൺഅറ്റാച്ച്ഡ് അല്ലെങ്കിൽ കൂടസ്ഥൻ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കൂടസ്ഥനും അസംഗനുമായിരിക്കുന്ന കോവിദൻ സ്വയം കരുതുന്നത് കർമ്മങ്ങളെല്ലാം സ്വയം ചെയ്യപ്പെടുന്നു എന്നാണ്, അതിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് നടക്കുന്നു എന്നാണ്. എന്ന് കർമ്മദർശനത്തിന്റെ തത്വം ഗുരുദേവൻ വളരെ ലളിതമായിട്ട് കർമ്മദർശനത്തിൽ അനാവൃതമാക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ ഗുരുവിന്റെ ദർശനമാലയിലെ കർമ്മദർശനവും ഭഗവത്ഗീതയും ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുന്ന ആളുകൾ കൂടുതൽ ആഴത്തില് താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഗുരുദേവൻ ഭഗവത്ഗീതയ്ക്ക് എതിരാണ് എന്ന് ചില ആളുകൾ കുപ്രചരണം നടത്തുന്നുണ്ട്. കാരണം ഭാരതീയമായ എല്ലാം ഏതോ ഒരു മതത്തിന്റെ മോശപ്പെട്ട വശങ്ങളാണെന്ന് വ്യാഖ്യാനിക്കുന്ന അത്തരം വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഭാരതത്തിന്റെ അദ്വൈത ദർശനം. ഗുരു വളരെ മനോഹരമായിട്ട് ഗുരുദേവന്റെ കൃതികളിലേക്ക് സംശീകരിച്ചിട്ടുണ്ട്. അത് ഔപനിഷദ ദർശനമാണ്. ഗുരുദേവൻ മുന്നിൽ വെച്ചിരിക്കുന്നത് ഔപനിഷദ ദർശനമാണ്. ആത്മോപദേശ ശതകത്തിൽ തന്നെ ഊന്നി പറയുന്നുണ്ട്, ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം എന്ന്. ഉപനിഷദുക്തിയാണ് ഗുരുദേവന്റെ കൃതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത ആ ഉപനിഷത്തിന്റെ സാരമാണ്. ആ ഉപനിഷത്തിന്റെ സാരമായിരിക്കുന്ന ഭഗവത്ഗീത ഗുരുദേവന്റെ കർമ്മദർശനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം ഒരു ഗുരുവിനെ പഠിക്കാനായിട്ട്. അല്ലാതെ ഗുരുവിനെ കുറിച്ച് ദോഷാരോപണം ചെയ്യരുത് ഒരിക്കലും. നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഗുരുദേവൻ ഭഗവത്ഗീതയുടെ സാരം കാച്ചിക്കുറുക്കി എഴുതിയിരിക്കുന്നതാണ് ദർശനമാലയിലെ കർമ്മദർശനം എന്ന് പറയുന്നത്. അത് പഠിക്കാതെ ഗുരുദേവൻ ഭഗവത്ഗീത വ്യാഖ്യാനിക്കാത്തത് കൊണ്ട് ഭഗവത്ഗീതയ്ക്ക് എതിരാണെന്ന് കുപ്രചരണം നടത്തുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ വാസ്തവത്തില് നന്മയുടെ പ്രതീകങ്ങളായിട്ടുള്ള ഈ സദ്ഗ്രന്ഥങ്ങളെ അടച്ചാക്ഷേപിക്കുന്നവരാണ്. ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞിട്ടുള്ളത്, ഒരു ഗ്രന്ഥത്തില് ഇങ്ങനെ അടച്ചാക്ഷേപിക്കാതെ അതിലെ നല്ല കാര്യങ്ങൾ നമ്മൾ സംശീകരിക്കണം. അതിൽ നമുക്ക് ഇണങ്ങാത്തതുണ്ട്, ലോകത്തിന് ഇണങ്ങാത്തതുണ്ട്, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളതുണ്ട്, ഹിംസാത്മകമായിട്ടുണ്ട്, അതിനുപേക്ഷിക്കണം. അങ്ങനെ കളയേണ്ടതിനെ കളഞ്ഞും കൊള്ളേണ്ടതിനെ കൊണ്ടും കൊണ്ട് ജീവിക്കാൻ ഉള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. ഗ്രന്ഥങ്ങളെ അല്ല ഉപേക്ഷിക്കേണ്ടത്. ചില ഗ്രന്ഥങ്ങളിൽ കളയേണ്ടത് പലതും ഉണ്ടാകും. ഭഗവത്ഗീതയിൽ എന്തെങ്കിലും കളയേണ്ടതുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കണം. എന്നാൽ അതിൻ്റെ ഉദ്ദേശ്യം ശുദ്ധമാണ്. മനുഷ്യനെ, മാനവരാശിയെ ഏകീകരിക്കുന്ന, മാനവരാശിയെ ചേർത്ത് നിർത്തുന്ന ഒരു ദർശനം അതിനുണ്ട്. ആ ദർശനത്തിനാണ് പ്രാധാന്യം. അല്ലാതെ എവിടെയെങ്കിലും ഒരു തത്വം പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല, അത് ചേർക്കേണ്ടപടി ചേർക്കാനായിട്ട് നമുക്ക് അറിയുന്നില്ല എന്നതുകൊണ്ട് ആ ഗ്രന്ഥത്തെ ന്യൂനീകരിക്കുകയോ തിരസ്കരിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ്. ലോകത്ത് അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഖുർആൻ ഒരു ഗ്രന്ഥമാണ്. ഖുർആനിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതുണ്ടാകാം, എന്നാൽ അതിൽ നല്ലതുണ്ടാകാം. നല്ലതിനെ നിങ്ങൾക്ക് സംശീകരിക്കാം. ബൈബിളിൽ ഉണ്ടാകാം, നല്ലതിനെ സംശീകരിക്കാം.
അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിന്റെ ജീവിത വീക്ഷണത്തിന്റെ ഒരു പ്രത്യേകത എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യൻ പഠിക്കണമെന്നാണ്. എങ്കിൽ നമുക്ക് മതവിരോധം ഉണ്ടാകില്ല. മതവിരോധമില്ലെങ്കിൽ മനുഷ്യവിരോധം ഉണ്ടാകില്ല. നമ്മൾ മനുഷ്യനെ വെറുക്കേണ്ടതില്ല എന്നാണ് ഗുരു പറയുന്നത്. മനുഷ്യനെ വെറുക്കാനല്ല, മനുഷ്യനെ ആശ്ലേഷിക്കാനാണ് പഠിക്കേണ്ടത്, അറിയേണ്ടത്. അറിവ് മനുഷ്യനെ ആശ്ലേഷിക്കാൻ സഹായിക്കുന്നില്ലെങ്കിൽ ആ അറിവ് വ്യർത്ഥമാണ് എന്നാണ് ഗുരുവിന്റെ ദർശനം. അപ്പൊ അത് ഭഗവത്ഗീത പഠിക്കുന്ന ഈ വേളയിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിൽ